DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആദ്യമായി സ്വർണ്ണവില 1 ലക്ഷം രൂപ കടന്നിരിക്കുകയാണ്. ഇതോടെ സാധാരണക്കാർക്ക് ഇനി സ്വർണമെന്നത് വെറും സ്വപ്നം മാത്രമാകുന്ന അവസ്ഥയാവുകയാണ്. ഇന്ന് പവന് 1760 രൂപ വർദ്ധിച്ചതോടെയാണ് 1 ലക്ഷം കടന്ന് കുതിച്ചത്. 1,01,600 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഗ്രാമിന് 220 രൂപയാണ് വർദ്ധിച്ചത്. 12,700 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില. സ്വർണ്ണവിലയുടെ നാൾ വഴി പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിനകമാണ് സ്വർണ്ണവില പവന് 50,000 രൂപ വർദ്ധിച്ച് ഇപ്പോൾ 1 ലക്ഷം രൂപ കടന്നിരിക്കുന്നതെന്ന് കാണാം. 2005 പവന് 5,000 രൂപ ഉണ്ടായിരുന്ന സ്വർണ്ണവിലയാണ് 20 വർഷം കൊണ്ട് 1 ലക്ഷത്തിലധികം രൂപയായി വർദ്ധിച്ചത്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ തുടരുന്ന അസ്ഥിരത അടക്കമുള്ള വിഷയങ്ങളാണ് മാസങ്ങൾ കൊണ്ട് കുതിച്ചുയർന്ന സ്വർണ്ണവില 1 ലക്ഷം കടക്കാൻ കാരണം. 2026 സ്വർണ്ണവില എങ്ങനെയായിരിക്കുമെന്ന വിദഗ്ധരുടെ വിലയിരുത്തലുകളും ഇപ്പോൾ വന്നിട്ടുണ്ട്. 2024 മാർച്ച് 29 സ്വർണ്ണവില ആദ്യമായി 50,000 കടന്നത്. അന്നേ ദിവസം പവന് 50,400 രൂപയാണ് രേഖപ്പെടുത്തിയത്. പിന്നീടുള്ള മാസങ്ങളിൽ റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. 2025 ജനുവരി 22 സ്വർണ്ണവില ആദ്യമായി 60,000 കടന്നത്. അന്ന് 60,200 രൂപയായിരുന്നു സ്വർണ്ണവില. പിന്നീടുള്ള ഏതാനും മാസങ്ങൾക്കകം, അതായത് ഏകദേശം 1 വർഷം തികയും മുൻപേ പവന് 40,000 രൂപയ്ക്ക് അധികമാണ് വർദ്ധിച്ചത്. പവൻ വില ഇന്ന് 1 ലക്ഷം രൂപയും മറികടന്നിരിക്കുകയാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയതും US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതും ഓഹരി വിപണിയിലെ അസ്ഥിരതയും അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. പവൻ വില 1 ലക്ഷം കടന്നതോടെ വിവാഹാവശ്യങ്ങൾക്കും മറ്റുമായി ആഭരണങ്ങൾ വാങ്ങുവാനിരുന്നവർക്കാണ് വൻ തിരിച്ചടിയായിരിക്കുന്നത്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ വില പിന്നെയും കൂടും. സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ വിലയുടെ 3% GSTയും 53 രൂപ 10 പൈസ ഹോൾമാർക്ക് ഫീസും കൂടെ ആഭരണത്തിൻ്റെ പണിക്കൂലിയും നൽകണം. പണിക്കൂലി ഓരോ ആഭരണത്തിൻ്റെയും ഡിസൈൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് 3% മുതൽ 30% വരെയൊക്കെ ആകാം. പൊതുവെ ശരാശരി 10% പണിക്കൂലിയെങ്കിലും മിക്ക ജ്വല്ലറികളിലും ആഭരണങ്ങൾക്ക് വാങ്ങാറുണ്ട്. അങ്ങനെയെങ്കിൽ പവന്റെ വിലയ്ക്കൊപ്പം 13,000 മുതൽ 15,000 രൂപ വരെ ശരാശരി ഒരു ആഭരണത്തിന് കൂടുതലായും നൽകേണ്ടി വരുമെന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ വർധനയാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ഭൗമ രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് സ്വർണ്ണവില വർധനവിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. വെനിസ്വേലയുമായി ബന്ധപ്പെട്ട എണ്ണ ടാങ്കറുകൾ ഉപരോധിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതിനെ തുടർന്ന് വീണ്ടും സംഘർഷം ഉടലെടുത്തതായി ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ UBS ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉക്രൈനെ ചൊല്ലിയുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ റഷ്യയുടെ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ വാഷിംഗ്ടൺ തയ്യാറെടുക്കുമെന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ആഗോള സമ്മർദ്ദ കാലഘട്ടങ്ങളിൽ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയും. അതോടെ വില മുകളിലേക്ക് പോവുകയും ചെയ്യും. മറ്റൊന്ന്, അമേരിക്കയുടെ ഫെഡ് പലിശ നിരക്കിൽ കൂടുതൽ ഇളവ് വരുത്തുമെന്ന് വ്യാപാരികൾ കൂടുതലായി പ്രതീക്ഷിക്കുന്നു. US നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യതകൾ സ്വർണത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് UBS പറഞ്ഞു. ഇത് സാധാരണയായി ബുള്ളിയന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു. വേറൊന്ന്, കേന്ദ്ര ബാങ്കുകളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നുമുള്ള നിരന്തരമായ വാങ്ങലുകൾ സ്വർണ്ണവില സ്വാധീനിക്കുന്നുണ്ടെന്ന് UBS എടുത്തു കാണിക്കുന്നു. കേന്ദ്ര ബാങ്കുകളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നുമുള്ള വാങ്ങലുകൾ ഇപ്പോഴും റെക്കോർഡ് ഉയരത്തിലാണ്. ഈ വർഷം 900 മുതൽ 950 മെട്രിക് ടൺ വരെ വിവിധ രാജ്യത്തെ കേന്ദ്ര ബാങ്ക് വാങ്ങലുകൾ പ്രതീക്ഷിക്കുന്നതായി UBS റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2025 സ്വർണ്ണവില ഉയർത്തിയ ഘടകങ്ങൾ 2026 വർഷത്തിലും നിലനിൽക്കുകയാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര താരിഫ് സംഘർഷങ്ങൾ, പ്രത്യേകിച്ചും അമേരിക്കയും ചൈനയുമായുള്ളത്, വിവിധ രാജ്യങ്ങളിലെ പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ, വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങലുകൾ എന്നീ ഘടകങ്ങൾ സ്വർണ്ണവില ഉയരുവാനുള്ള സാധ്യതകൾ ശക്തമാക്കും. മറ്റ് രാജ്യങ്ങൾക്ക് താരിഫ് ചുമത്തുന്ന വിവാദപരമായ തീരുമാനങ്ങളിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പുറകോട്ട് പോയാൽ സ്വർണ്ണവിലയിലും കുറവുണ്ടാകുന്നതാണ്. സ്വർണ്ണവില 1 ലക്ഷം കടന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.